അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്, അതിനോട് പ്രതിപക്ഷം ഏറ്റവും ഒടുവിലെടുത്തിരിക്കുന്ന നിലപാട്, അത് ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് പോകാനുള്ള ആലോചനയാണ്. എങ്ങനെ കാണുന്നു? ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ 325 അനുസരിച്ച് ഭരണഘടന അധികാരങ്ങൾ കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായും ഉത്തരവാദിത്തങ്ങൾ തന്നെയാണ്. ഈ കാര്യം പലപ്പോഴായി നേരത്തെ ബഹുമാനപ്പെട്ട കോടതികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രൽ വോട്ടിംഗ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ആ നടപടിക്രമങ്ങൾ സുതാര്യമായിട്ടും ഫെയർ ആയിട്ടും നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനാണ്. നമ്മൾ പലപ്പോഴും ചർച്ചകളിൽ കാണുന്നത് ഇതിൻ്റെ നടപടിക്രമങ്ങളിലെ വീഴ്ചയോ, നടപടിക്രമങ്ങൾക്കകത്ത് ഒപ്പിട്ടില്ല, ഫോമിലല്ല കൊടുത്തത്, സത്യവാങ്മൂലമില്ല, അല്ലെങ്കിൽ ആ സമയത്ത് ഉന്നയിച്ചില്ല തുടങ്ങിയ ഇതിൻ്റെ താൽക്കാലികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതതിൻ്റെ കേവല നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള സംഗതികളിലാണ് ചർച്ച നിൽക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ബാക്കിയുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ സുതാര്യമായിട്ടും ഫെയർ ആയിട്ടും നടത്തേണ്ട ഒരു ഇലക്ഷൻ വോട്ടേഴ്സ് പട്ടികയുടെ പ്രക്രിയ ഇപ്പോൾ അതിനകത്ത് പരാതി വന്നതിന് ശേഷം ബീഹാറിൽ സവിശേഷമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം കാണുന്നു. അവിടെ വലിയ തോതിൽ ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. അതിന് തെരഞ്ഞെടുത്ത സമയത്തെ പറ്റിയൊക്കെ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഫ്ലഡിൻ്റെ സമയത്ത് തന്നെ തെരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി, അത് ഭരണകക്ഷി ആയിക്കോട്ടെ പ്രതിപക്ഷം ആയിക്കോട്ടെ, എന്തുകൊണ്ടാണ് ചർച്ച നടത്താത്തത്? ഞാൻ അതിൻ്റെ ഫെയർനെസ്സിലേക്ക് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോലും സുപ്രീം കോടതി മുമ്പാകെ ഈ ചോദ്യം ഒരു ചോദ്യമായി ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം യോഗേന്ദ്ര യാദവ് ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് അല്ലെങ്കിൽ മരിച്ചു എന്ന് പറയുന്ന, ജീവിച്ചിരിപ്പില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ വിശ്വസിക്കുന്ന പറയുന്ന ആളുകളെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. ബഹുമാനപ്പെട്ട കോടതി അതിനകത്തൊരു നടപടിയിലേക്ക് പോയി, ഒരു ഉത്തരവിലേക്ക് പോയി. അത് ആരൊക്കെയാണോ ഇതിനകത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടത്, അവരെന്തുകൊണ്ട് നീക്കം ചെയ്തു എന്ന് കാര്യകാരണ സഹിതം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കോടതിയുടെ ഒബ്സർവേഷൻ ഇപ്പോൾ നടത്തിയ നടപടി ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ്. ഭരണഘടനാ വിരുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ജനപ്രാതിനിധ്യ നിയമത്തിലെ പ്രൊസീജിയർ മാത്രം നോക്കിയാൽ പോരാ. കാരണം ഭരണഘടനാ കോടതികൾ അതത് കാലത്ത് കൊണ്ടുവന്ന വിധിന്യായങ്ങളെല്ലാം നമ്മുടെ മൗലികാവകാശത്തിന്റെ ഭാഗമാണ്. അപ്പം മനേകാ ഗാന്ധി കേസിന് ശേഷം ഉള്ള ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഒരു അധികാരി ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു പൗരനെ ബാധിക്കുന്ന തീരുമാനമാണെങ്കിൽ അത് ജസ്റ്റ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം. ഇത് നമ്മുടെ ഭരണഘടന ഉറപ്പുകൊടുക്കുന്ന ഒരു അധികാരമാണ്, ഒരു അവകാശമാണ്. അപ്പോൾ സുപ്രീം കോടതി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് അത്തരത്തിൽ റിമൂവ് ചെയ്ത നടപടി ശരിയായില്ല. ആ റിമൂവ് ചെയ്തതിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല. അത് ഭരണഘടനാ ലംഘനമായതുകൊണ്ട് അത്തരം കാരണങ്ങൾ വ്യക്തമാക്കി അത് കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കണ്ടെത്തിയ ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ ഒരു വലിയ തെറ്റാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടന വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തി അവർ ചെയ്തു. റീസൺ ഇല്ലാതെ ആളുകളെ ഒഴിവാക്കി, റീസൺ കൊടുക്കാൻ സുപ്രീം കോടതി പറഞ്ഞു. ഈ ഭരണഘടനാ ലംഘനം നടത്തിയതിന് ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടോ? ഈ ഭരണഘടനാ ലംഘനങ്ങൾ തുടർച്ചയായി കോടതികൾ കണ്ടെത്തുന്നതിന്, ഈ തുടർച്ചയായി വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് കറക്ഷൻ കോടതി പറയുന്നുണ്ട്, അത് കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ തെറ്റ് ചെയ്ത ആളുകൾക്ക് ഈ ഭരണഘടനാ ലംഘനം കണ്ടെത്തിയാൽ പോലും ശിക്ഷ കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഈ നാട്ടിൽ ഇല്ലാത്തിടത്തോളം ഈ തെറ്റുകൾ ആവർത്തിക്കുകയും കയ്യോടെ പിടിക്കപ്പെടുന്ന തെറ്റുകൾ ഞങ്ങൾ വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാമെന്ന് കോടതി മുമ്പാകെ പറയുകയും കോടതിയിൽ തന്നെ ഇതിനകത്തൊരു വലിയ ട്വിസ്റ്റ് നടന്നു. അത് സ്മൃതി ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഫെയർ ആൻഡ് ജസ്റ്റ് ആയിട്ട് നടത്തേണ്ട, റീസണബിൾ ആയിട്ടുള്ള പ്രക്രിയയിലൂടെ നടത്തേണ്ട ഒരു ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ആ പ്രക്രിയയിൽ വിധി ഏറ്റുവാങ്ങുന്ന ആളുകൾ, അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ആളുകൾ അവരുടെ ചെലവിൽ കോടതിയിൽ പോയി സ്ഥാപിച്ചെടുക്കേണ്ട ഒന്നായി ഈ സംവിധാനം മാറുന്നു. എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ BJP ഗവൺമെന്റ് ഇപ്പോൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന്റെ ഈ തീരുമാനത്തിന് തൊട്ട് മുമ്പ് വരെ ഇന്ത്യയിൽ എല്ലാവരും വിശ്വസിച്ചിരുന്നതും നടപ്പാക്കിയിരുന്നതുമായിട്ടുള്ള ഒരു നിയമം എന്ന് പറയുന്നത്, നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുക, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രക്രിയക്കകത്ത് വോട്ടേഴ്സ് ലിസ്റ്റ് അന്തിമമാക്കുക. ഈ പട്ടികയിലെല്ലാം വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ്റെതായിരുന്നെങ്കിൽ ഇപ്പോൾ അത് നേരെ തിരിഞ്ഞിരിക്കുന്നു. ലീഗലി നമ്മൾ പറയുന്നത് ബേർഡൻ ഓഫ് പ്രൂഫ് എന്നാണ്. ഇത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ആളുകളുടേതായി മാറിയിരിക്കുന്നു, പൗരന്മാരുടേതായി മാറിയിരിക്കുന്നു. ഭരണഘടനാപരമായ അധികാരം വഹിക്കുന്ന എല്ലാ പാരഫെർണീലിയയുമുള്ള ഇലക്ഷൻ കമ്മീഷൻ തെറ്റ് ചെയ്യുമെന്ന് വെല്ലുവിളിക്കുകയും ആ തെറ്റ് നിങ്ങൾ ചോദ്യം ചെയ്തുകൊള്ളൂ, വേണമെങ്കിൽ കോടതിയിൽ പോകൂ, അല്ലെങ്കിൽ സത്യവാങ്മൂലം തരൂ, ഞങ്ങൾ പരിശോധിക്കാമെന്ന് പറയുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ത്യയിലെ
ഇലക്ഷൻ കമ്മീഷൻ അധപ്പതിക്കുന്നത് നമുക്ക് മുമ്പ് കണ്ടിട്ടില്ല. നേരത്തെ TN ശേഷനെതിരെ വന്നിട്ടുള്ള അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു, അതൊന്നും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മാസീവായിട്ടുള്ള ഒരു കറപ്ഷനെ പിന്തുണച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ ഭരണ പാർട്ടിയെ പിന്തുണച്ചതിന്റെ പേരിലോ അല്ല. അപ്പൊ എന്താണ് പ്രതിപക്ഷത്തിന് ബാക്കി നിൽക്കുന്ന മറുപടി? ഒന്ന്, ജനങ്ങളോട് ഈ കാര്യം സംവദിക്കുക എന്നുള്ളതാണ്. രണ്ട്, നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. ഇംപീച്ച്മെന്റ് അത്തരത്തിൽ ഒരു വലിയ സമ്മർദ്ദം എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയായിട്ടുള്ള പാർലമെന്റിൽ ഇത് ചരിത്രത്തിലേക്ക് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പക്ഷെ അപ്പോഴും ചോദ്യം ബാക്കി നിൽക്കുന്നു, ഈ രാജ്യത്തെ ഇലക്ഷൻ പ്രക്രിയ സുതാര്യമായിട്ടും സത്യസന്ധമായിട്ടും നടപ്പാക്കുന്നു എന്ന് പൗരന്മാരെ ബോധ്യപ്പെടുത്താൻ ബാധ്യതയുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തീരുമാനമെടുക്കുകയും കീബോർഡിലൂടെ പൂച്ചയോടുമ്പോൾ വരുന്ന ലെറ്റേഴ്സോ ഓരോരുത്തരുടെ അച്ഛനായിട്ടും അങ്ങനെ അച്ഛനില്ല അല്ലെങ്കിൽ കൃത്യമായി രേഖകൾ കൊടുക്കാത്ത ആളുകളുടേതാണ് 0 എന്ന് രേഖപ്പെടുത്തുന്നതൊക്കെ പറഞ്ഞ് ഈ രാജ്യത്തെ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ മണ്ടന്മാരാക്കുന്ന തരത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ വന്ന് ഏകപക്ഷീയമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കി ചോദ്യങ്ങളെ ഭയപ്പെട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇത് വേണമെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്തുകൊള്ളൂ എന്ന ഒറ്റവരി സമവാക്യത്തിൽ ഭരണകക്ഷിയും ഇലക്ഷൻ കമ്മീഷനും എത്തിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ 78 വർഷക്കാലത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇലക്ഷൻ കമ്മീഷന്റെ പണി ജനങ്ങളിലേക്ക് കൈമാറുന്ന ആദ്യപടി. എന്നാൽ രണ്ടാമത്തെ കാര്യം, ഇത് ചോദ്യം ചെയ്യാൻ ശരി നിങ്ങൾ ചോദ്യം ചെയ്യൂ, തെളിവുകളുമായി കോടതിയിൽ പോകുന്നു പറയുമ്പോൾ ഇതിന് അടിസ്ഥാനമായിട്ടുള്ള തെളിവുകൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഈ വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവസിയെ ബാധിക്കും എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് ചൂണ്ടിക്കാണിച്ചാണല്ലോ ഹരീഷ് പറയുന്നത്. 2019 സുപ്രീം കോടതി ഉത്തരവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വിശദീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പരിശോധിച്ചിട്ട് ഞാൻ കണ്ടില്ല. പുട്ടുസ്വാമി കേസിലെ ജഡ്ജിമെന്റ് ഇന്ത്യയിലെ ഒരുപാട് അഭിഭാഷകർ വായിച്ചിട്ടുള്ള ഒരു വിധിന്യായമാണ്. റൈറ്റ് ടു പ്രൈവസിയുമായി ബന്ധപ്പെടുത്തി എങ്ങനെയൊക്കെ നമുക്ക് ഇത് വളരെ വിചിത്രമായൊരു വാദം കൂടിയാണ്, അത് നമ്മൾ ആലോചിക്കണം. അതായത് നാളെ ഇന്ത്യയിലെ ഏത് തെരഞ്ഞെടുപ്പ് വേളയിലും അവിടുത്തെ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് തർക്കം ഉന്നയിക്കുന്ന ആളുകൾക്ക് അതിന്റെ കോപ്പി കൊടുക്കില്ല. ഞാനിത് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ഒരു റഫറിയായി നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ കണ്ടാൽ ഒരു കളിയിൽ പങ്കെടുക്കുന്ന 2 3 അതിലധികമോ ടീമുകൾ, ആ ടീമുകളുടെ വിശ്വാസ്യതയാണ്, ഇതിന്റെ പുറത്തുള്ള വിശ്വാസ്യതയാണ് ഏറ്റവും പ്രധാനം. ആ വിശ്വാസ്യത ആർജിക്കേണ്ട ആളുകൾക്ക് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇതിന്റെ കോപ്പി കൊടുക്കില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അപ്പൊ പിന്നെ 45 ദിവസത്തിനുള്ളിൽ പരാതി കൊടുത്താലും അതിനുശേഷം പരാതി കൊടുത്താലും എന്താണ് വ്യത്യാസം? 45 ദിവസത്തിൽ കൊടുത്ത പരാതികളിലും ഒരു അനക്കവും ഉണ്ടായിട്ടില്ല എന്ന തൃശ്ശൂരിലെ കാഴ്ചയുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.